എടുത്ത് മാറ്റാം. ബെഡ് ശരിയാക്കണത് മാറ്റ് അതല്ലേ പറഞ്ഞത്. ഇന്ന് രാവിലെ തന്നെ ബിബി ഹൗസിൽ അടിയാണ്. ഇതിപ്പോൾ ഡെയിലി പറയേണ്ട ആവശ്യമില്ല. ഒരുവിധം എല്ലാ ദിവസവും രാവിലെ തന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടാകും അടികൂടാൻ. ഇന്നൊന്നുമില്ല. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ അവിടെ ഇരുന്നിട്ട് മോർണിംഗ് ടാസ്ക് കഴിഞ്ഞ ഉടനെ സായിനോടും അഭിഷേകിനോടും അഭിനോടൊക്കെ ഇങ്ങനെ പറയായിരുന്നു, ഇപ്പം ഞാൻ പഴയ പോലെ ടിഷ്യൂ അവിടെ ഇവിടെയും വെക്കാറില്ല, അത് അപ്പം തന്നെ ഡസ്റ്റ്ബിന്നിൽ ഇടും എന്ന് പറയായിരുന്നു. ആ സെയിം ടൈമിൽ എൻ്റെ ശ്രീതും ജിൻഡോയും കൂടി വന്നിട്ട് പറഞ്ഞു, ജാസ്മിൻ ഡ്രസ്സ് ചെയ്തിട്ട് കുറച്ച് ടിഷ്യൂ ബെഡിൽ ഇട്ടിട്ടുണ്ട്, ആ ടിഷ്യൂ ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ആ ടിഷ്യൂ എടുത്ത് കളയി പറഞ്ഞു. അപ്പം ജാസ്മിൻ ആ പറഞ്ഞ് നാവെടുത്തതിൻ്റെ മുമ്പ് തന്നെ ഇത് വന്ന് പറഞ്ഞപ്പോൾ ജാസ്മിനും അതേ ഒരു ബുദ്ധിമുട്ടായി. അതിൽ ഇവർ ജിൻഡോ വാദിച്ചു, നീയല്ലേ പറഞ്ഞത് നീ ഒരു ടിഷ്യൂ പോലും അവിടെ ഇവിടെ ഇടാറില്ല, നീ അവിടെ വെച്ചിരിക്കുന്നു, നോക്ക് വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മയെ ചൊല്ലിയിട്ടുള്ള അടി. അത് ഏതുവരെ എത്തിയെന്നറിയോ? ജാസ്മിൻ ഇപ്പൊ ചെരുപ്പിടാതെ അത്ര വീട്ടിൽ നടക്കാറ്, സത്യ ചെരുപ്പിടാണ്ടേ നടക്കാറ്. അപ്പൊ ജാസ്മിൻ കാലിൽ ചെരുപ്പിടാണ്ടെയാണ് ടോയ്ലറ്റ് പോവാറ്. ആ കാല് ഉപയോഗിച്ചിട്ടാണ് ജാസ്മിൻ എല്ലാ സോഫയിലും ഒക്കെ കാല് കയറ്റിയിരിക്കാറ്. അതിന് ജിൻഡോ പ്രതികരിച്ചു. ജിൻഡോ ഭയങ്കരമായിട്ട് ചൂടായി. എല്ലാവരും അത് സമ്മതിച്ചു. പക്ഷെ നല്ല രീതിയിൽ അതൊരു അടിയിലേക്ക് കലാശിച്ചിട്ടു. നല്ല രീതിയിൽ എല്ലാവരും കൂടി തമ്മിലുള്ള ഫൈറ്റായി. പ്രോബ്ലം എത്രയുള്ളൂ, ജാസ്മിൻ ചെരുപ്പിടാണ്ട ബാത്റൂമിൽ കയറുന്നു, വീട് മൊത്തം നടക്കുന്നു, ബെഡിലും സോഫയിലൊക്കെ ആ കാല് വെച്ച് കയറുന്നു. ആദ്യമൊക്കെ ജിൻഡോ ഒറ്റയ്ക്കാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു സീരിയസ് ആയി മാറി. എല്ലാവരും കൂടി ജാസ്മിൻ വല്ലാണ്ട് ജിൻഡോന്റെ മേലെ കയറിയപ്പോൾ മാത്രം സിബിൻ പറഞ്ഞു, ജാസ്മിൻ ചെയ്യുന്നത് ശരിക്കും തെറ്റാണ്, ഞാൻ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു, കാരണം ജാസ്മിൻ്റെ കാലിൽ ചെരുപ്പില്ലാണ്ട് ബാത്റൂമിൽ കയറിയിട്ട് ആ കാലുകൊണ്ട് ഇങ്ങനെ കയറ്റിയിരിക്കുന്നതൊക്കെ തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ മുകളിലുള്ള ഫൈറ്റ് ഇപ്പോഴും ബിബി ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുക. ഒരു കാലിൽ ചെരുപ്പിടാണ്ട് നടക്കണേണ്ട്. കാരണം ചെരുപ്പിടാണ്ട് ടോയ്ലറ്റ് കയറിയിട്ട് ആ കാലം വെച്ചിട്ട് നടക്കുന്നത് പിന്നെ വാഷ് ചെയ്യുമോയെന്ന് അറിയില്ലല്ലോ. അങ്ങനെ നടക്കുന്നത് സത്യത്തിൽ എനിക്ക് അത്ര ഒരു ഹൈജീൻ നല്ല കാര്യമായി തോന്നിയിട്ടില്ല. പിന്നെ ഇത് പറഞ്ഞപ്പോഴായിട്ട് ഓർത്ത്, ഇന്നലെ ഞാൻ നമ്മുടെ വീഡിയോയിൽ മനഃപൂർവ്വം പറയാണ്ടിരുന്ന കാര്യമായിരുന്നു. എന്തോ എനിക്ക് അപ്പം പറയണ്ടാ തോന്നി. പക്ഷെ കമൻറ്റൊക്കെ വന്നപ്പോൾ തോന്നി, ഈശ്വര പറഞ്ഞാൽ മതിയായിരുന്നു. ഒന്നുമില്ല, എനിക്ക് ഈ ജാസ്മിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജാസ്മിൻ കുളിക്കാറില്ല അതൊക്കെ പറയുമ്പോഴും എൻ്റെ ഒരു തോന്നലായിരുന്നു, ജാസ്മിൻ അങ്ങനെ ചെയ്യോ, ഏതെങ്കിലുമൊക്കെ ഒരു നേരം കുളിക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ കുളിക്കുന്നുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ കഴിഞ്ഞ ദിവസം അവൾ പീരീഡ്സ് ആണ് എന്ന് പറഞ്ഞ കുട്ടി ആ ദിവസം മൊത്തവും പിറ്റേ ദിവസം വൈകുന്നേരം വരെയും ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നടന്നപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടോ, ആ ഹൗസിലുള്ളവർ പറയുന്നത് തെറ്റല്ല. കാരണം ഒരു പീരീഡ്സ് ആയ പെൺകുട്ടികൾ സാധാരണ അറിയണത് വെച്ചിട്ട്, ഞാനൊരു സ്ത്രീയല്ലേ, അപ്പോൾ എനിക്കറിയണത് വെച്ചിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ ഡ്രസ്സ് മാറ്റും, കുളിക്കും, എങ്ങനെ പോയാലും കുളിക്കാതിരിക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് മേല് കഴുകി ഈ കുട്ടിക്ക് ഡ്രസ്സെങ്കിലും മാറായിരുന്നു എന്ന് ഞാനും ചിന്തിച്ചതാട്ടോ. അപ്പം അതിപ്പോൾ ഒരുപാട് കമൻറ്റ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും ചിന്തിച്ചു എന്ന്. അപ്പം ഞാൻ മാത്രം ചിന്തിച്ചൊരു കാര്യമാണ് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. ഇനി മോശമാവോ, ഇനി ഒരാളെ വല്ലാണ്ട് ഇങ്ങോട്ട് അപമാനിക്കണ്ടെന്ന് വിചാരിച്ച് പറയാണ്ടിരുന്നതാണ്. പക്ഷേ അതെല്ലാവരും ചിന്തിച്ചിട്ടുണ്ട്. ഇത് പല പല കമൻറ്റുകളിൽ നിന്ന് മനസ്സിലായി. അപ്പം ഇപ്പോൾ ബിബി ഹൗസിൽ നടക്കുന്ന അടി എന്ന് പറഞ്ഞാൽ ഹൈജീൻ ഇഷ്യൂ മാത്രമാണ്. ഈ ചെരുപ്പിടുന്നില്ല, അവിടെ കയറുന്നു ഇവിടെ കയറുന്നു. അപ്പം ജിൻഡോ കുറച്ച് ഓവറാക്കി സംസാരിക്കുമല്ലോ. ജിൻഡോ പക്ഷെ കാര്യങ്ങളാണ് പറയണതെങ്കിലും ജിൻഡോ പറഞ്ഞിട്ട് അതിൽ നിന്ന് വേറേക്കൊക്കെ പോകുന്നു, പറയാൻ പാടാത്ത കാര്യങ്ങളിലേക്കും പോകും. അത് ചെറിയൊരു പ്രശ്നമാണ് ജിൻഡോന്റെ. പക്ഷെ ജിൻഡോ കാര്യമാണ് പറഞ്ഞത്. ഈ ചെരുപ്പിടാണ്ട് ബാത്റൂമിൽ പോയി വന്നിട്ട് സോഫയിലൊക്കെ ഇരിക്കുന്നത് ശരിക്കും മോശം തന്നെയാണ്.